നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. ന്യൂഡൽഹിയുടെ തെരുവീതികളിൽ പോരാടും ഞങ്ങളുടെ പ്രിയരെ സോദരരെ, ഐക്യദാർഢ്യം ചോരച്ചാലുകൾ കീറിയിട്ട് ഞങ്ങളുടെ മക്കളെ അവർ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. അവരുടെ കുടുംബമാകെ അതിൽ പങ്കാളികളാവുന്നു. അത്തരത്തിലൊരു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിദ്യാർത്ഥിയും അവൻ്റെ കുടുംബവും അവൻ്റെ സമൂഹവും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളോളം തയ്യാറായി ആ പരീക്ഷ എഴുതിയാൽ അതിൻ്റെ ചോദ്യപേപ്പറുകൾ ചോർന്നത് കൊണ്ട് പരീക്ഷ മാറ്റിവെക്കുമ്പോൾ അത് വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല. പക്ഷേ ഈ കേന്ദ്ര ഭരണകൂടം അത് ലാഘവത്തോടെ കാണുകയും വീണ്ടും പരീക്ഷ നടത്തുകയും ചെയ്തു. ഏതാണ്ട് 2 ലക്ഷം കുട്ടികൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. മാത്രവുമല്ല, പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തത് കൊണ്ട് വീണ്ടും പരീക്ഷ നടത്തിയപ്പോൾ അവരുടെ അവസരം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ത്യയിൽ 23ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇത് ചെറിയ കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള, നമ്മൾക്കൊക്കെ രാജ്യത്തിൻ്റെ ഭാവിയിൽ എല്ലാ രംഗങ്ങളിലും പ്രശോഭിക്കേണ്ടതായിട്ടുള്ള 23ഓളം വിദ്യാർത്ഥികളാണ് അവരുടെ ജീവിതം അവസാനിച്ചിട്ടുള്ളത് ഈ പരീക്ഷ കൊണ്ട്. എന്നോട് ക്ഷമിക്കണം പപ്പ, എന്നോട് ക്ഷമിക്കണം മമ്മി, എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 19ഉം 20ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുതിയ തലമുറ ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. അവരത് ഏറ്റെടുക്കുകയും ഡൽഹിയിലെ തെരുവുകളിൽ ജന്തർ മന്ദറിൽ അവരുടെ ശക്തി തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതിൻ്റെ കർശനമായ നടപടിക്രമങ്ങളെപ്പറ്റി അറിയാത്ത ആരുമില്ല. ഒരു കമ്മൽ ധരിക്കാൻ പാടില്ല, കമ്മലൂരും. കയ്യിലൊരു മോതിരമുണ്ടെങ്കിൽ, വിരലുകളിലൊരു മോതിരമുണ്ടെങ്കിൽ അത് ബലം പ്രയോഗിച്ച് ഒരു പക്ഷേ വിരൽ തന്നെ മുറിച്ച് കളയാൻ വേണ്ടി പറയും. ഫുൾ കൈയാണ് ധരിച്ചിട്ടുള്ളത്, വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ വസ്ത്രത്തിൻ്റെ ആ കൈ മുറിച്ചു മാറ്റും. ഒരു സെക്കൻഡ് വൈകിയാൽ ഹാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ കുട്ടികൾ വിഷമത്തിലാക്കുന്ന അത്രയും കർശനമായി നടക്കുന്ന പരീക്ഷയുടെ 22 ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് 30,000 രൂപക്കും 24 ലക്ഷം രൂപക്കും ഇന്ത്യയുടെ പരിശീലനശാലകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എല്ലാം സംസ്ഥാനങ്ങളിൽ നിന്ന് കവർന്നെടുത്ത് നീറ്റ് എന്നുള്ള ഒരു കേന്ദ്ര ഏജൻസി കീഴിൽ പരീക്ഷ നടത്തുമ്പോൾ അത് കാര്യക്ഷമമായി നടത്താതെ അവർ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുകയാണ്. അതിന് കാരണക്കാരനായ ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണ്. ഇന്നലെ മലപ്പുറത്ത് കവി മണമ്പൂർ രാജംബാബു പറഞ്ഞു, അധർമ്മേന്ദ്ര അപ്രധാൻ എന്നാണ് വിളിക്കേണ്ടത്. അദ്ദേഹം ധർമ്മേന്ദ്രയല്ല, അധർമ്മേന്ദ്രയാണ്. അദ്ദേഹം പ്രധാനുമല്ല, അപ്രധാനാണ്. ആ മനുഷ്യൻ്റെ രാജിക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഡൽഹിയിൽ പ്രക്ഷോഭത്തിലിരിക്കുന്നത്. ആവേശം നൽകുന്ന കാഴ്ചയാണ്. BJPയുടെ ഡൽഹി പോലീസിനെ കൊണ്ടോ അവർ നിരത്തിൽ ഇറക്കിയിട്ടുള്ള ഗുണ്ടകളെ കൊണ്ടോ അവരുടെ ലാത്തികൾ കൊണ്ടോ ടിയർ ഗ്യാസ് കൊണ്ടോ അടിച്ചൊതുക്കാൻ പറ്റുന്ന ഒരു സമരമല്ല. സ്വയം ആവേശിതമായി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വരികയാണ്. ഇത് OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന നോവലിൽ പറഞ്ഞതുപോലെ വെള്ളായിയപ്പൻ മാത്രമാണ് മകൻ്റെ ശരീരം ഏറ്റുവാങ്ങാൻ, തൂക്കുകയറിൽ വിധിക്കപ്പെട്ട മകൻ്റെ ശരീരം ഏറ്റുവാങ്ങാൻ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് പോകാൻ സാധിച്ചത്. ആ ഗ്രാമത്തിൽ നിന്ന് വെള്ളായിയപ്പൻ മാത്രമേ പോയിട്ടുള്ളൂ. അതിന് കാരണം എല്ലാവർക്കും കണ്ണൂരിലേക്ക് പോകാൻ തീവണ്ടിക്കുള്ള കാശില്ല എന്നതുകൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾക്ക് എല്ലാവർക്കും സമയമുണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഡൽഹിയിൽ പോയി ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. കാരണം അവർക്ക് ഏത് രീതിയിലാണ് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ ഇന്ത്യയുടെ മനസ്സ് മുഴുവൻ ആ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ കൂടെയാണ്. അവിടേക്ക് പോകാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് ആ സമരത്തോട് നമ്മൾ ഇവിടെ ഐക്യപ്പെടുകയാണ്. ഈ നിളയുടെ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ നിളയുടെ തീരത്ത് നമ്മൾ ഇന്ത്യയുടെ മോചനത്തിനു വേണ്ടിയുള്ള ഈ ഫാസിസത്തിൽ നിന്നുള്ള രാജ്യത്തെ മോചിപ്പിക്കാനുള്ള യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ സമരത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് പങ്കാളികളാവുകയാണ്. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അവർ ഒന്നും തന്നെ ഒരു കരുതലുമില്ലാതെ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ജീവിക്കുന്നതിലും ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുന്നതിലും ഭേദം ജന്തർ മന്ദിറിലെ തെരുവീതികളിൽ ഈ പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുന്നതാണ്. അതിലൂടെ ഞങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കുന്നതാണ്. ഈ നാടിന് നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ
ഒരു പക്ഷേ അരാഷ്ട്രീയവാദികൾ ഒന്നൊക്കെ തന്നെ നമ്മൾ വിളിച്ചു കളിയാക്കിയ പരിഹസിച്ച ആ തലമുറ ഇന്ത്യക്ക് വഴികാട്ടുകയാണ്. ആ വഴിയിൽ നമ്മളും അവരോടൊപ്പം പിന്താങ്ങിക്കൊണ്ട് അവരോട് സഹകരിച്ചുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഇത് വിജയിക്കുന്ന സമരമാണ്, രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന സമരമാണ്, ഫാസിസത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന സമരമാണ്. അതിൽ ഭാഗവാക്കിയ എല്ലാവരോടും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഐക്യദാർഢ്യം ഐക്യ നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ന്യൂഡൽഹിയുടെ തെരുവീതികളിൽ പോരാടും പോരാടും ഞങ്ങളുടെ പ്രിയരെ സോദരരെ, ഐക്യദാർഢ്യം ഐക്യദാർഢ്യം. ചോരച്ചാലുകൾ കീറിയിട്ട് ഞങ്ങളുടെ മക്കളെ കൊല്ലുന്നു അധികാരത്തിൻ തമ്പ്രാക്കളെ. ഇല്ല ഇല്ല ഇനിയും മാപ്പ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, മാനത്തോടെ ജീവിക്കാൻ, പഠിക്കാൻ, പരീക്ഷ എഴുതാൻ അനുവദിക്കുക തമ്പ്രാക്കളെ. ഈ സമരം സൂചന മാത്രം. അമ്മേ ഞങ്ങൾ പോകുന്നു, അമ്മേ ഞങ്ങൾ പോകുന്നു. ജന്തർ മന്ദറിലേക്കായി, ജന്തർ മന്ദറിലേക്കായി. വന്നില്ലെങ്കിൽ കരയരുതേ, വന്നില്ലെങ്കിൽ കരയരുതേ. കിട്ടാനുള്ളത് കിട്ടാതെ, അവകാശങ്ങൾ നേടാതെ, നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയാനായി അമ്മേ ഞങ്ങൾ പോകുന്നു. ഡൽഹിയുടെ വീതികളിലേക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയാനായി, മാനത്തോടെ കഴിയാനായി, പരീക്ഷകൾ എഴുതാനായി, പഠിക്കാനായി, പഠിപ്പിക്കാനായി കാര്യകാരണ ബോധത്തോടെ വരുന്നു ഞങ്ങൾ മുന്നോട്ട്.